നമ്മുടെ ഹാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അറിയാമല്ലോ. ഈ സാധനം ഇങ്ങനെ പമ്പ് ചെയ്യണം, ഇങ്ങനെ പമ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ ഹാർട്ട് വിരിയും. ഇങ്ങനെ ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ ആവും, വിരിഞ്ഞ് വരും. ഓക്കെ, അപ്പോഴത്തേക്കും ഇങ്ങനെ നടക്കേണ്ട ഈ പമ്പിങ് ഇങ്ങനെ ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? ശ്വാസം മുട്ടും കിടപ്പുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ജിമ്മിൽ പോയാൽ കിഡ്നി ഇല്ലാതായി പോകും, അതായത് കിഡ്നിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ടുകയെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ജിമ്മിൽ പോയാൽ ആ പോകുന്ന വ്യക്തിയുടെ കിഡ്നി ഫെയിലിയർ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഈ ഇടയ്ക്ക്, അതായത് ഒരാഴ്ച തന്നെ ആവും, ഒരു വീഡിയോ, 1-2 വീഡിയോ ഞാൻ കണ്ടത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ജിമ്മിൽ പോയി ഒരു വ്യക്തി ഒരു പയ്യനാണ് ജിമ്മിൽ പോയി 5 ദിവസം ജിമ്മിൽ പോയി. 5ാമത്തെ ദിവസം വയറുവേദനയായി, മൂത്രത്തിൽ നിറം വ്യത്യാസം വന്നു. അങ്ങനെ ഈ വീഡിയോ ചെയ്ത ആ വ്യക്തിയുടെ ഹോസ്പിറ്റലിൽ പോകുന്നു ഈ പയ്യൻ. അപ്പോഴത്തേക്കും ഈ വ്യക്തി പറയുകയാണ്, നിങ്ങളുടെ 2 കിഡ്നിയും ഫെയിലർ ആയിരിക്കുകയാണ്, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ജിമ്മിൽ പോയി അമിതമായിട്ടുള്ള വെയിറ്റ് എടുത്തു, ഈ 5 ദിവസം കൊണ്ട് ആരുടെയും കിഡ്നി ഫെയിലിയർ ആകത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ആ വ്യക്തി പറഞ്ഞത്, ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ആ പയ്യന് ക്രിയാറ്റിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിയാറ്റിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കിഡ്നിക്ക് കേടുപാടുകൾ സംഭവിക്കും. അത് ഉള്ള കാര്യമാണ്. പക്ഷേ ഈ 5 ദിവസം കൊണ്ട് ആദ്യമായിട്ടാണ് ആ ഒരു പയ്യൻ ജിമ്മിൽ പോകുന്നത്. എന്തായാലും ആദ്യമായിട്ട് പോകുന്ന ഒരു വ്യക്തിക്കും ഒരു സപ്ലിമെന്റും ആരും കൊടുക്കത്തില്ല. ഓക്കെ, 1-2-3 മാസം ഒക്കെ ജിമ്മിൽ കളിച്ചിട്ട് അടുത്ത് മിഷനിലോട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും? ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രിയാറ്റിന്റെ അളവ് ബോഡിയിൽ കുറവാണെങ്കിൽ ക്രിയാറ്റിൻ എന്ന ഒരു സപ്ലിമെന്റ് എക്സ്ട്രാ എടുക്കാവുന്ന, അതുപോലെ തന്നെ വേ പ്രോട്ടീനൊക്കെ എടുക്കാവുന്ന. ഇതാണ് ക്രിയേറ്റിൻ ആ സപ്ലിമെന്റ്. കണ്ടോ, ഇതാണ് ക്രിയേറ്റിൻ സപ്ലിമെന്റ്. ഞാനത് കാണിച്ചു തരാം. ഇതിനകത്ത് പ്രത്യേകിച്ച് അവർ ഒരു അളവ് കൊടുത്തിട്ടുണ്ട്, എത്രയാണ് ഒരു ദിവസം കഴിക്കേണ്ടത്. ഒരു സ്കൂപ്പാണ് കഴിക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതാണ് 5 ഗ്രാം. ഓക്കെ, 5 ഗ്രാം ക്രിയേറ്റിനാണ് ഒരു ദിവസം ഒരു വ്യക്തി കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് സ്കൂപ്പ്. ചില വ്യക്തികളുണ്ട് 2-3 സ്കൂപ്പൊക്കെ ഇട്ട് കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്നും ഒരിക്കലും കഴിക്കാൻ പാടില്ല ഈ സാധനം. അപ്പോൾ അടുത്ത് കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് സാധനം. ഉണ്ടല്ലോ, ഇതൊരു പൗഡർ പോലെ ഇരിക്കും സാധനം. ഉണ്ടോ, പൗഡർ പോലെ ഇരിക്കും. കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് സാധനം. അപ്പം ഇത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിറച്ചെടുക്കാനും പാടില്ല, കറക്റ്റായിട്ട് ഒരു സ്കൂപ്പ് തന്നെ എടുക്കണം. ഇതാണ് അളവ്. ഇങ്ങനെയാണ് ക്രിയേറ്റിൻ എടുത്ത് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഒരു ഇതിലിടും. ഓക്കെ, വാട്ടർ ബോട്ടിൽ ഇട്ട് ഷേക്ക് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം കഴിക്കണം. ഇത് ആരൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നുമല്ല കിഡ്നി ഫെയിലിയർ ആവുന്നു. ഓക്കെ, വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ക്രിയാറ്റിന് എല്ലാവർക്കും സ്യൂട്ട് ആകത്തില്ല. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ക്രിയാറ്റിൻ എടുക്കേണ്ടത് ഞാൻ നെക്സ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു തെറ്റായിട്ടുള്ള ആ ധാരണ നിങ്ങൾ മാറ്റുക. നമ്മുടെ ശരീരത്തിന് വ്യായാമം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്താലും വീട്ടിലിരുന്ന് ഗ്രൗണ്ട് എക്സസൈസ് ചെയ്താലും രണ്ടും ഏറെക്കുറെയൊക്കെ ഒരേപോലെയാണ്. പിന്നെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ചില വ്യക്തികൾക്ക് ബോഡിക്ക് പ്രശ്നമുണ്ടാകും. ഓക്കെ,
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. ആദ്യം 1 മാസം നിങ്ങൾ ആദ്യമായിട്ടാണ് ജിമ്മിൽ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1 മാസം നിങ്ങൾ ഒരു മെഷീനിലും കയറരുത്. ഒരു മെഷീനിലും കയറേണ്ട. ഡംബൽ പോലും നിങ്ങൾ യൂസ് ആക്കണ്ട. ഡംബൽസ് പോലും നിങ്ങൾ യൂസ് ആക്കണ്ട. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഗ്രൗണ്ട് എക്സസൈസ് മാത്രം ചെയ്യുക. ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഗ്രൗണ്ട് എക്സസൈസ് ചെയ്ത് ബോഡീനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്ത ശേഷം അതിനുശേഷമാണ് നിങ്ങൾ മെഷീൻസിലോട്ടൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന മുൻപായിട്ടും ഒരു വാം ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ബോഡിയെ ഒന്ന് ഹീറ്റാക്കുക, ഒന്ന് ഇളക്കുക. അതിനുശേഷമാണ് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വ്യക്തി ജിമ്മിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ കിഡ്നി ഫെയിലിയർ ആകത്തില്ല. പ്രത്യേകിച്ച് 5 ദിവസം കൊണ്ട്. അതിന് ആ ഒരു കാരണം പറഞ്ഞത് 5 ദിവസം കൊണ്ട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഒക്കെ ആ പയ്യ എടുത്തു, അങ്ങനെ ബോഡിയിൽ ക്രിയാറ്റിൻ കൂടി, അങ്ങനെ കിഡ്നിയൊക്കെ പോയത്. വെറുതെയാണ്. ഇതൊക്കെ വെറുതെയാണ്. പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ ആൾക്കാർ ഓരോ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ജിമ്മിൽ പോവുക, പ്രോപ്പർ കളിക്കും പോലെ കളിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ജിമ്മിൽ പോകുന്ന വ്യക്തികൾക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ പോവുകയാണ്. എന്നെ കൊണ്ട് എത്ര വെയിറ്റ് ആണോ ഒറ്റയ്ക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ എടുക്കുക. എന്നെ കൊണ്ട് പറ്റാത്ത വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ഹാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അറിയാലോ. ഈ സാധനം ഇങ്ങനെ പമ്പ് ചെയ്യണം, ഇങ്ങനെ പമ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ ഹാർട്ട് വിരിയും. ഇങ്ങനെ ഇരിക്കുന്ന ഹാർട്ട് ഇങ്ങനെ ആവും, വിരിഞ്ഞ് വരും. ഓക്കെ, അപ്പോഴത്തേക്കും ഇങ്ങനെ നടക്കേണ്ട ഈ പമ്പിങ് ഇങ്ങനെയാവും. അപ്പം എന്ത് സംഭവിക്കും? ശ്വാസം മുട്ടും കിടപ്പുണ്ടാവും. മനസ്സിലായാലോ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഞാൻ കാണുന്ന കാര്യമാണ്. അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു ഒരു വ്യക്തി, മാക്സിമം വെയിറ്റ് ആ വ്യക്തിക്ക് എത്ര എടുക്കാൻ പറ്റുമോ അത്ര ചെയ്താൽ മതി. പക്ഷേ നല്ല വെയിറ്റ് ഇടും. നല്ല വെയിറ്റ് ശരിക്കും ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റ് ഇട്ടിട്ട് സപ്പോർട്ടിന് ആളെ വിളിക്കും. സപ്പോർട്ടിന് ആളെ വിളിച്ചിട്ട് ആ വ്യക്തി സപ്പോർട്ട് ചെയ്യുന്നു, ഈ വ്യക്തി പൊക്കുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളെ കൊണ്ട് എത്ര വെയിറ്റ് ആണോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത്ര എടുത്താൽ മതി. അതാണ് നിങ്ങളുടെ ബോഡിക്ക് അത് പിടിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആരുടെ സപ്പോർട്ട് വേണ്ട. കുറച്ച് ലൈറ്റ് ആയിട്ട് വെയിറ്റ് എടുക്കുക, അതുകൊണ്ട് ചെയ്യുക. നിങ്ങൾ എണ്ണം കൂട്ടിയാൽ മതി. വെയിറ്റ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എണ്ണം കൂട്ടുക. ഇപ്പോൾ ഒരു 12 കളിക്കുന്നുണ്ടെങ്കിൽ ഒരു 15 കളിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ വെയിറ്റ് എടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ജിമ്മിൽ പോയിക്കൊള്ളുക. ജിമ്മിൽ പോയി എന്ന് കരുതി നിങ്ങളെ പോയിട്ട് വെയിറ്റ് ഒക്കെ എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി ഒരിക്കലും പോകുന്നില്ല. ധാരാളം വെള്ളം കുടിക്കണം. പക്ഷേ കാരണം ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും വേർക്കും, നല്ല രീതിക്ക് നമ്മൾ വേർക്കും. അപ്പോൾ ഈ വേർക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വേർക്കുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ജലനഷ്ടം ഉണ്ടാകും. അപ്പോഴത്തേക്കും നിർജ്ജലീകരണം സംഭവിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കണം. ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തി 3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ജിമ്മിൽ പോയിക്കൊള്ളുക. ജിമ്മിൽ പോയി എന്ന് കരുതി ഒരിക്കലും നിങ്ങളുടെ കിഡ്നി ഫെയിലിയർ ആകത്തില്ല. ജിമ്മിൽ പോകുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വെയിറ്റ് മാത്രം, കുറച്ച് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. അധികമായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യരുത്. അത് നമ്മുടെ ശരീരത്തിന് കേട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ധൈര്യമായിട്ട് ജിമ്മിൽ പോയിക്കൊള്ളുക കേട്ടോ. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ എന്നാ. ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.